ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ മുന്നിലോട്ട് വരാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, എല്ലാവരും തന്നെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ട്സ് വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് റെസിപ്പിയുടെ ഐറ്റംസും കൂടിയിട്ടാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽ ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് അതേപോലെ തന്നെ തൈരും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഇതിലോട്ട് വേറെ സ്പൈസ് പൗഡറൊന്നും ചേർത്തിട്ടില്ല. എന്നാലാണ് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ക്രഷ് ചെയ്തിട്ടുള്ള ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മാത്രം ചേർക്കുന്നുള്ളൂ. മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ രാവിലെ തന്നെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അവർ വന്നാൽ കട്ട്ലേറ്റ് അതേപോലെ തന്നെ ജ്യൂസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങും ചിക്കനും കൂടി ഒന്നിച്ചിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ രാവിലെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം കട്ട്ലേറ്റിലോട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവർ വരുന്ന ടൈമിൽ നോക്കിയിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കട്ട്ലേറ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം നേരെ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. പിന്നെ അവർ വരുന്നതിനെ അടുപ്പിച്ചിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സാധാ പോലെ തന്നെ ബ്രെഡ് ക്രംസ് അതേപോലെ തന്നെ കോൺടയിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ വന്ന ഉടനെ തന്നെ സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫ്രോസൺ സ്ട്രോബെറീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും പാലും പഞ്ചസാരയും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഗ്രിൽ ചിക്കൻ്റെ കൂടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹാമൂസ് അതേപോലെ തന്നെ കുബൂസൊക്കെയാണ്. അപ്പോൾ ഹാമൂസിന് വേണ്ടിയിട്ട് ഞാൻ വെള്ള കടല വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വെള്ള എള്ള് അരച്ചതാണ്, അല്ലാന്നുണ്ടെങ്കിൽ തഹീനയുടെ പേസ്റ്റ് നമുക്ക് കിട്ടും. അത് 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് വെളുത്തുള്ളി കുറച്ച് തൈര് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നന്നായിട്ട് തന്നെ ഒലീവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഹാമൂസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ മോർണിംഗിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നാൽ നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ വിചാരിച്ചിട്ട് ഒരു ഡെസേർട്ടായിട്ട് നമ്മളൊരു കസ്റ്റാർഡ് മിക്സ് വെച്ചിട്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പുഡിംഗ് പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മിക്സർ നന്നായിട്ട് തന്നെ കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഷുഗർ കരാമലാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ആ ചൂടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എന്നിട്ടൊരു 4 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം.
അടിപൊളിയായിട്ടുള്ള പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തരം ട്രൈ ചെയ്ത് നോക്കണം. നല്ല തണുപ്പിൽ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗസ്റ്റിന് 5-6 ബർഗറും കൂടി ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് ബർഗറാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി സെറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇനി അടുത്തത്. നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അലീസയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫുള്ള് സൈസിലുള്ള ഗോതമ്പാണ് വേണ്ടത്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബ്രോക്കൺ വീറ്റാണ്, പൊടിച്ചിട്ടുള്ള ഗോതമ്പാണ്. അപ്പോൾ അതൊരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിട്ടിട്ട് ഒന്ന് കുതിരാൻ വെക്കണം. അതിനുശേഷം കുക്കറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാനുണ്ട്. അലീസ മട്ടൻ വെച്ചിട്ടാണ് നമ്മൾ അലീസ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മട്ടൻ്റെ ബോൺലെസ് പീസസ് ആണ് ഞാൻ എടുക്കുന്നത്. അത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലികളും അതേപോലെ തന്നെ വലിയ ഉള്ളി പീസും കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒരു 6-8 വിസിലെങ്കിലും അടിച്ചാൽ മാത്രമാണ് ഈ ഗോതമ്പ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എല്ലാം വെന്തതിന് ശേഷം ഞാൻ മട്ടൻ പീസ് അതേപോലെ തന്നെ ഗോതമ്പും വേറായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് കുറച്ച് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ മട്ടൻ പീസസ് ഒന്ന് ജസ്റ്റ് ചെറിയായിട്ട് അല്ലിയായിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഈ അരച്ച് വെച്ച ഗോതമ്പിലോട്ട് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് അതേപോലത്തെ നെയ്യൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അലീസ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു അലീസ. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കുറച്ച് ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൈഡ് ഒണിയൻസും അതേപോലെ തന്നെ കാഷ്യൂസും റേസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ഗസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ്റെ ഇടയിൽ നമ്മളുടെ കബോർഡ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഗസ്റ്റ് വരുമ്പോൾ ഒരു എയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ കട്ട്ലൈറ്റ് അതേപോലെ തന്നെ ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എല്ലാ ഐറ്റംസും നമ്മൾ ടേബിളിൻ്റെ മേലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ സലാഡും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ.